വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ അതേ മെറ്റീരിയൽസ് വെച്ചിട്ട് കാറിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കണത്. അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് വെൽവെറ്റ് കട്ടിയിലാണ്. അപ്പോൾ വെൽവെറ്റ് ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ടോട്ടൽ നമ്മുടെ ഹാങ് ചെയ്യണം അതിൻ്റെ വലിപ്പം ഞാൻ 10 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഞാൻ 2 സർക്കിൾ വരച്ചെടുത്തു. കാരണം നമുക്ക് കാറിൽ ഹാങ് ചെയ്യണ കാരണം 2 സൈഡിലും ഡിസൈൻ ചെയ്യേണ്ടി വരും, കാരണം റൊട്ടേറ്റ് ചെയ്യണ കാരണം. അപ്പോൾ 2 വെൽവെറ്റ് എടുത്തിട്ട് അത് 2 സൈഡിലും ചെയ്തിട്ട് രണ്ടും കൂടി ഒട്ടിക്കുകയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ 2 വെൽവെറ്റ് ആയി തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തു 10 സെൻറ്റിമീറ്ററിൽ. ഇത് നിങ്ങൾക്ക് ഇത്തിരി കൂടി കട്ടി വേണം തോന്നുകയാണെങ്കിൽ ഈ 2 വെൽവെറ്റിൻ്റെയും ഇടയിൽ കാർഡ്ബോർഡ് പീസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്തിരി കൂടി കട്ടി കിട്ടും. പിന്നെ അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ബീഡ്സ് ഒട്ടിച്ചെടുക്കലാണ്. ഞാൻ ആദ്യം നെറ്റിപ്പട്ടത്തിൽ ബോർഡറൊക്കെ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന വലിയൊരു ബീഡ്സും പിന്നെ ചൂരൽപ്പുലിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം സർക്കിളൊക്കെ വരച്ച് നോക്കുക, എന്നിട്ട് അതിന് ശേഷം ഒട്ടിച്ചു തുടങ്ങാം. ഫെവിക്കോൾ കൊണ്ട് വെച്ചിട്ട് തന്നെ ഞാനിവിടെ ബീഡ്സ് ഒട്ടിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റോൺ ഒട്ടിക്കേണ്ടതില്ല, അത് മാത്രം ഫെവിക്കോൾ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബീഡ്സൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ നോക്കണം. കാരണം ഞാനവിടെ ശ്രദ്ധിക്കാത്ത കാരണം എനിക്ക് ചുരൽപ്പുലി ഗോൾഡ് കളർ കഴിഞ്ഞപ്പോഴേക്കും, എന്നിട്ട് പിന്നെ ബാലൻസിൻ്റെ ഭാഗത്ത് സിൽവർ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഒട്ടിക്കുന്നതിന് മുന്നേ ബീഡ്സൊക്കെ ഇല്ലയെന്നൊന്ന് കറക്റ്റായിട്ട് നോക്കുക. പിന്നെ അടുത്ത ഇത് വരുന്നത് ഞാൻ ഗ്രീൻ കളർ സ്റ്റോണാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഞാൻ സെൻറ്റർ എടുത്തത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പിന്നെ ലാസ്റ്റ് ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുത്തു. നിങ്ങൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിച്ച് വരയ്ക്കുക, സെൻറ്ററിൽ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്ത കാരണമാണ് എനിക്ക് അങ്ങനെ പറ്റിയത്. അപ്പോൾ ഞാൻ പിന്നെ അതൊന്നുകൂടി വെട്ടി കൊടുത്തു. എന്നിട്ട് ലാസ്റ്റത്തെ ബോർഡർ ഗോൾഡ് കളർ ബീഡ്സ് തന്നെ വെച്ച് ഒട്ടിച്ചു. അപ്പോൾ ഇത് അത്ര ബലം ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ വെൽവെറ്റ് തന്നെയാണ് യൂസ് ചെയ്യണത്. വേറെ കാർഡ്ബോർഡോ അല്ലെങ്കിൽ വുഡിൻ്റെ MDF പീസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബലം ഇത്തിരി കുറവാകും. ഇത്തിരി എന്താ പറയുക, കുഴഞ്ഞ പോലെ എടുക്കുന്ന ടൈപ്പ് ആവും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി ബലം വേണം തോന്നുകയാണെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസോ അല്ലെങ്കിൽ MDFൻ്റെ പീസോ ഉള്ളിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ 2 സൈഡിലും 2 ടൈപ്പ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ കുറച്ച് ഹെവി ആയിട്ടും മറ്റേ സൈഡിൽ ഇത്തിരി ലൈറ്റ് ആയിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യത്. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. അങ്ങനെ 2 സൈഡിൽ നമ്മൾ ഡിസൈൻ ചെയ്തു. ഇനി നമുക്ക് നൂല് കെട്ടലാണ്. ഉള്ളൻ ത്രെഡ് റെഡ് കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട്. ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് ഞാനത് ചുറ്റാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളൻ ത്രെഡ് എത്ര ലെങ്ത്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്താലും മതി. അപ്പോൾ ഞാനിതിൽ 60 ചുറ്റാണ് എടുത്തിട്ടുള്ളത് ഉള്ളൻ ത്രെഡ്. അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് ഇത്തിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എടുക്കാം. തിക്നെസ് കുറവ് മതി വെച്ചെങ്കിൽ കുറവ് എടുത്താൽ മതി. അപ്പോൾ അത്രയും ചുറ്റിയിട്ട് അതൊക്കെ ഒന്ന് കെട്ടി കൊടുത്തു. അപ്പോൾ ഞാൻ ടോട്ടൽ നമ്മുടെ ഹാങ് ചെയ്യാൻ കൂടിയിട്ടുള്ള ലെങ്ത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് ചരട്. കാരണം ഇത് പൊട്ടിപ്പോതിരിക്കുന്നത് ഞാൻ ശരിക്കും ഫുള്ള് നമ്മുടെ 2 സൈഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ 2 സൈഡ് ഒട്ടിക്കുന്ന ടൈമിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൻ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളൻ ത്രെഡ് നമ്മൾ ചുറ്റിയത് നമ്മുടെ എൻ്റെയൊക്കെ ഒന്ന് ഒപ്പാക്കി കൊടുത്ത് കട്ട് ചെയ്തിട്ട്
ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ഫെവി ബോണ്ട് വെച്ചിട്ട് നമ്മളത് ആ നൂലതിൻ്റെ മേലെ ഒട്ടിച്ചു. ഇത് കുറച്ചുകൂടി ഫെവി ബോണ്ട് വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ സൈഡും അതിൻ്റെ മേലെ കയറ്റി ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത എന്തെങ്കിലും ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.